രേവതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ അമൃതബിന്ദു. എന്നാൽ കഴിവും ബുദ്ധിയും സൗമ്യതയും കൊണ്ട് എവിടെയും ഒന്നാമതെത്താൻ അർഹതയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മാത്രം അറിയാവുന്ന നിങ്ങളെ പലപ്പോഴും ഒരു കഴിവില്ലാത്തവൻ എന്ന് മുദ്രകുത്തി തളർത്താൻ നോക്കിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? മീനരാശിയുടെ തിലകക്കുറിയായ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട അപമാനങ്ങളും തിരിച്ചടികളും ചെറുതൊന്നുമല്ല. എന്നാൽ കേട്ടോളൂ, ചിങ്ങം ഒന്നോടെ പിറക്കുന്ന 1202 കൊല്ലവർഷം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വെറുമൊരു സാധാരണ സമാധാനമല്ല. ഇത്രയും കാലം നിങ്ങളെ തടഞ്ഞു നിർത്തിയ തടസ്സങ്ങളെയെല്ലാം തച്ചുടച്ച് നിങ്ങളുടെ യഥാർത്ഥ മാഹാത്മ്യവും വിജയവും ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ പോകുന്ന വിധിമാറ്റത്തിന്റെ വർഷമാണിത്. രേവതി നക്ഷത്രക്കാർക്ക് 1202 സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക, തൊഴിൽ, കുടുംബ ആരോഗ്യ മാറ്റങ്ങൾ എന്തൊക്കെ? പൂർണ്ണമായി അറിയാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാണുക. ബുധൻ അധിപനായ മീനക്കൂറിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർ പൊതുവെ മൃദുവായ സംസാരശേഷിയുള്ളവരും കലാബോധമുള്ളവരും എന്തിനേയും കൗശലത്തോടെ നേരിടാൻ കഴിവുള്ളവരുമാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം പകരണമെന്ന് ആഗ്രഹിക്കുന്ന പവിത്രമായ മനസ്സാണ് നിങ്ങളുടേത്. 1202 കൊല്ലവർഷത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഗ്രഹനിലയിലെ അപൂർവ മാറ്റങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും സുവർണ അവസരങ്ങളുമാണ് സമ്മാനിക്കുന്നത്. വ്യാഴത്തിന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും അനുകൂല ഭാവങ്ങൾ നിങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകും. വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിദേശയാത്രകൾ, പഠനം, വലിയ പദ്ധതികൾ എന്നിവ സ്വയം വഴിമാറി നടപ്പിലാകും. തോറ്റുകൊടുക്കാതെയുള്ള നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹിച്ച സ്ഥാനമാനങ്ങൾ ഈ വർഷം തേടിയെത്തും. എന്നാൽ അനാവശ്യമായ ചിന്താക്കുഴപ്പവും ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങളും ഒഴിവാക്കുക എന്നതാണ് ഈ 1202 നിങ്ങളുടെ പ്രധാന വിജയോപാധി. ഇനി ഏതൊരു വ്യക്തിയും ഉറ്റുനോക്കുന്ന തൊഴിൽ കരിയർ മേഖലയിലേക്ക് വരാം. 1202 രേവതി നക്ഷത്രക്കാരുടെ ജോലിയിൽ എന്തെല്ലാം വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്? നിങ്ങളൊരു പുതിയ തൊഴിൽ അന്വേഷിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നിലവിലുള്ള കരിയറിൽ വലിയൊരു പഴുത്തിരിവുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളെ തേടി മികച്ച അവസരങ്ങൾ എത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് വിസ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായ ജോലി ലഭിക്കാൻ അത്യന്തം അനുകൂലമായ സമയമാണിത്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസയും അർഹിച്ച സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും പ്രോജക്റ്റുകൾ വ്യാപിപ്പിക്കാനും സാധിക്കും. പ്രത്യേകിച്ചും ബാങ്കിംഗ്, എഴുത്ത്, മാധ്യമപ്രവർത്തനം, IT, ആർട്ട്, ഡിസൈനിങ്, റിസർച്ച് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. സാമ്പത്തിക വശത്തേക്ക് നോക്കുകയാണെങ്കിൽ 1202 രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ഭദ്രത നൽകുന്ന സുവർണ വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അലട്ടിയിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ വർഷം വിരാമമാകും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണവും കുടിശ്ശികകളും അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. സ്വന്തമായി ഭൂമി വാങ്ങാനോ പുതിയ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഈ 1202 യാഥാർത്ഥ്യമാകും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രധാന ജാഗ്രത വേണം. ബുധന്റെ നക്ഷത്രമായതിനാൽ പെട്ടെന്ന് പണക്കാരനാകാമെന്ന വ്യാമോഹത്തിൽ ആരുടെയെങ്കിലും വാക്കുകേട്ട് വിശ്വസനീയമല്ലാത്ത ബിസിനസ് പ്ലാനിങ്ങുകളിലോ ഷെയർ മാർക്കറ്റിലോ പണം നിക്ഷേപിക്കരുത്. പണം കടം കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ വർഷം വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും? കുടുംബത്തിൽ മാനസിക സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ദീർഘകാലമായി നീണ്ടുപോയ വിവാഹാലോചനകൾ അവിവാഹിതരായ രേവതി നക്ഷത്രക്കാർക്ക് ഉറപ്പാവുകയും ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വസ്തതയും സ്നേഹവും വർദ്ധിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ട്. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. അനാവശ്യ ചിന്തകൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പാദങ്ങൾ, അസ്ഥിബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. കൃത്യമായ ജീവിതശൈലിയും യോഗയും ധ്യാനവും ശീലമാക്കുന്നത് ആരോഗ്യം മികച്ചതാക്കാൻ സഹായിക്കും. 1202 അനുഭവപ്പെടാവുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ രേവതി നക്ഷത്രക്കാർ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയോ വെണ്ണയോ സമർപ്പിക്കുന്നതും പ്രസാദം കഴിക്കുന്നതും ദോഷങ്ങളെ അകറ്റും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ കേൾക്കുന്നതോ നിങ്ങൾക്ക് ആത്മീയമായ കരുത്തും വലിയ പോസിറ്റീവ് ഊർജവും നൽകും. ബുധനാഴ്ചകളിൽ സാധുക്കളായ കുട്ടികൾക്ക് പുസ്തകങ്ങളോ ഭക്ഷണവും നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ അനാവശ്യ ചിന്തകൾ മാറ്റിവെച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ടു പോയാൽ 1202 കൊല്ലവർഷം രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സുവർണ കാലഘട്ടമായി മാറും.
ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട രേവതി നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കൃത്യമായ നക്ഷത്ര ഫലങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ രേവതി നക്ഷത്രക്കാർക്കും സർവ്വമംഗളങ്ങൾ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.